കുറച്ചോനെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണല്ലോ. അരിയാണെന്നുണ്ടെങ്കിൽ തീരെ ഇല്ലേനു. കഴിഞ്ഞ മാസം തന്നെ ഞാൻ എങ്ങനെയൊക്കെ റേഷൻ കടയിൽ പോയിട്ട് അവൾ പിസ്കി സാധനം ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിരുന്നത്. ഈ മാസത്തെയും കൂടി കൂട്ടിയിട്ട് അവള് തരും ചെയ്തിക്കണത്. ഇനിയിപ്പോ ഈ മാസം എന്തായാലും കിട്ടൂലല്ലോ. കുറച്ചൊന്നും അരിക്ക് ഇപ്പൊ എന്താ കാട്ട് ഞാൻ. സാധനങ്ങളാണെങ്കിൽ പറ്റേ തീരും ചെയ്തിക്കണു. ഈ വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഒന്നും ഈ പേരന്റെ ഉള്ളിൽ ഇല്ല. അരി എവിടുന്നെങ്കിലും കൊടുന്നു തരുമെന്ന് ചോദിച്ചോക്കട്ട് പോയിട്ട്. ഞാൻ നിന്നോട് ചാടി കളിക്കും. ഇക്ക ഇന്ന് അങ്ങാടിക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അരി വാങ്ങിക്കാണ്ട് വരുമോ? കഞ്ഞി വെക്കാൻ അരിയില്ല. ഇല്ലെങ്കി വേണ്ട, തിന്നണ്ട. ഈ എവിടുന്നേലും വാങ്ങി കൊടുന്നോ? ഞാൻ എവിടുന്ന് വാങ്ങാനേക്ക? എന്റെ അടുത്ത് എവിടുന്ന പൈസ? ഉണ്ടായിരുന്ന പൈസ ഒക്കെ നിങ്ങൾ എടുത്തില്ലേ? ഇനിയിപ്പൊ ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാണ്? പലചരക്ക് സാധനം ആണെന്നുണ്ടെങ്കിൽ മയമാക്ക് തരൂലെന്നും പറഞ്ഞ് ഇനി അവിടെ പറ്റു കൊടുക്കാണ്ടത്ര, അതും കൂടി കൂട്ടി തീർത്താലേ അത് തരുള്ളൂ എന്നാ പറഞ്ഞിക്കണത് എന്നോട്. ഇതൊക്കെ അവിടെ ഉണ്ടാവുമ്പോ ഞാൻ എങ്ങനെ ഇനിയും പോയി കടം വാങ്ങുക? കണക്ക് തിന്നണം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇജ് ഉണ്ടാക്കണം. എന്നോടൊന്നും പറയണ്ട. എന്റെ അടുത്ത് ഒരു ഉറുപ്പ്യ പോലും ഇല്ല. ഒന്നുമില്ലാതെ ഞാൻ ഈ നടക്കണത്. പിന്നെ കണക്ക് കിട്ടുമല്ലോ. എങ്ങനെയാച്ചാ അത് എന്റെ രീതിയിൽ ഇജാണ്ട് വാങ്ങിയാ മതി. ട്ടാ ഓണറാണല്ലോ. ഇതിനിപ്പോ താത്തപ്പോ വിളിക്കാണാവോ? ഹലോ താത്ത. പൈസ ഞാൻ ഒരാഴ്ച മുന്നേ ഇക്കാന്റെ അടുത്ത് കൊടുത്തയച്ചതാണല്ലോ അങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. എത്തിയിട്ടില്ലാന്നോ? കഴിഞ്ഞ മാസത്തെ കിട്ടിയിട്ടില്ലേ? ഞാന് ഒരാഴ്ച മുന്നേ ഞാൻ ഇക്കാന്റെ അടുത്ത് കൊടുത്തയച്ചതാ. 8000 രൂപ കൊടുത്തയച്ചിരുന്നു. അതെ, എന്നാ തരാൻ മറന്നിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടാവും പൈസ. ഞാൻ വൈകുന്നേരം എന്നാലും ആയിട്ടുണ്ട് വരാം. ഇല്ല, വാടക പൈസ നിർത്തിട്ട് അങ്ങനെ കള്ളുടിക്കാനൊന്നും കൊണ്ടുപോയിട്ടില്ല ഇതുവരെ. ഞാൻ വൈകുന്നേരമാണ് കൊടുന്നേരം. ഇക്കാന്റെ അടുത്ത് ഉണ്ടാവും. ചിലപ്പോ മറന്നതേക്കാരം. കാക്കാനോട് പറ വൈകുന്നേരം വരെയും കൂടി ഒന്ന് ക്ഷമിക്കാന്. ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇത്രയും ദിവസം. ഞാൻ ഒരാഴ്ച മുന്നേ കൊടുത്തയച്ചിക്കണേ. നിങ്ങളിപ്പോ ഇപ്പഴല്ലേ വിളിക്കണത്? ഇപ്പഴാ ഞാനും അറിയുന്നത് തന്നിട്ടില്ല എന്നുള്ളത്. 8000 രൂപ ഞാന് കുറിയുടെ ഇത് പൈസ കിട്ടപ്പോ ഞാൻ കൊടുക്കും ചെയ്ത്. ആയിക്കോട്ടെ. ഞാൻ വൈകുന്നേരമാണ് കൊടുന്നേരാ പറയട്ടോ കാക്കാട്. ശരി. എന്താ പൈസ കൊടുക്കാഞ്ഞ്? മറന്നു ചോദിച്ചോക്ക. ഇക്ക, നിങ്ങള് വാടക പൈസ കൊടുത്തിട്ടില്ലേ? താത്തപ്പോ വിളിച്ചിരുന്നു ഇതുവരായിട്ടും വാടകന്റെ പൈസ എത്തിയിട്ടില്ലാന്ന്. അതിന്റെ അടുത്ത് തന്നാല് ഞാൻ കൊണ്ടുകൊടുത്തോളാം. ഈ വൈകുന്നേരം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിക്കണ്. എന്റെ അടുത്തില്ല. നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നോ? ഇക്ക കളിക്കാതെ പൈസ കൊണ്ടെടുക്കിട്ടോ. വാടകന്റെ പൈസ എടുത്തുകൊണ്ട് നിങ്ങൾ കളിക്കണത്. അതും 8000 രൂപ ഉണ്ടായിരുന്നല്ലോ. ഒരു തരിക പൈസ. 2 മാസത്തെ പൈസയാണ് പെൻഡിങ്. ഈ മാസം കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്ന പറഞ്ഞിക്കണത് കാക്ക. എന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് ഇല്ലാന്ന്. എന്താ പൈസ കാട്ടി? അതൊക്കെ എന്തിനാ ഈ അറിയേണ്ട ആവശ്യം? ഞാൻ അറിയണ്ടല്ലേ? നിങ്ങളെ കൂട്ടുകാരന്മാരും കൂടി കള്ളുടിച്ച് കഴിച്ചിട്ടുണ്ടാവോ പൈസ? എന്റെ പഠിച്ചോനെ, ഞാൻ എവിടുന്ന് ഉണ്ടാക്കിയതാന്ന് അറിയാത്. എങ്ങനെയൊക്കെ കുടുംബശ്രീന്നൊക്കെ കടം കള്ളെടുത്ത് ലോൺ എടുത്തിട്ട് ഞാൻ ആ പൈസ ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളടുത്ത് കള്ളുടിച്ചോ?
ഈ പേരന്റെ ഉള്ളിൽ ഒരു മണി അരി പോലും ഇല്ല. എന്നിട്ട് ഞാൻ അവൻ കൂടി വാങ്ങാതെ ഞങ്ങളെ ഏൽപ്പിച്ചത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരില്ലല്ലോ വെച്ചിട്ടാണ്. റബ്ബേ, ഞാൻ എവിടുന്ന് ഞാൻ ആ പൈസ ഉണ്ടാക്ക? നിങ്ങളെ കൂടെ എന്ന് പോന്ന അന്ന് തുടങ്ങി എന്റെ ദുരിതം. അന്ന് എന്റെ പെരക്കാർ പറഞ്ഞ നിങ്ങളെ പിന്നാലെ ഇറങ്ങി പോരണ്ടാന്ന് കേക്കാതെ ഞാൻ ഇറങ്ങിയതാ. പിന്നെ പെരേക്ക് പോലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായി. പഠിച്ചോനിപ്പോ ഞാൻ എവിടുന്നാ പൈസ? ഇങ്ങനെ നൊലോളിക്കേണ്ട ആവശ്യമില്ല. എന്നെ കൊണ്ട് ഇനിയും വിചാരിച്ച പൈസ ഒക്കെ ഉണ്ടാക്കും. ഞാൻ എവിടുന്ന് ഉണ്ടാക്കണ പൈസ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? നാളുണ്ടെങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനി. ഇന്റെ ഒരു അവതാരത്തിൽ ഞങ്ങളും കൂടി ഇവിടെ കഴിയുന്നത് അത് നിങ്ങൾ മറക്കണ്ട. പൈസ ഞാൻ എവിടുന്ന് ഉണ്ടാക്കാം? നിങ്ങൾ എങ്ങനെങ്കിലൊക്കെ പൈസ തരി. 4000 ഉറുപ്പെങ്കിലും തരി, അന്ന് കൊണ്ടുകൊടുക്കട്ടെ. എന്റെ അടുത്ത് 4000 പോയിട്ട് ഒരു 100 രൂപയും കൂടി എടുക്കാനുള്ള ഇല്ല. ഞാൻ പണി എന്താ വെച്ചാ നോക്ക്. കുറച്ചൊരു ഇന്ന് ആ പൈസ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. എവിടുന്നിട്ടത്? നീ കമ്മലും കൂടിയല്ലേ ഉള്ളു. എന്തേലും ചെയ്ത് കൊണ്ട് വാടക കൊടുക്ക, അല്ലാതെ വേറെ ഒടുക്കും പോകാനും കൂടിയില്ല. എന്താ? പിന്നെ ഇക്കൊരു 500 റുപ്യ ആണ്. എന്റെ അടുത്ത് ഒന്നുമില്ല. ഉള്ളത് ഇങ്ങോട്ട് കാട്ട്. എടി അന്നോടാ പറഞ്ഞത്. നിങ്ങൾ തന്നു ഏൽപ്പിച്ചിരുന്നു എന്റെ അടുത്ത് പൈസ. ഇത് വാടക കൊടുക്കാൻ ഞാൻ എന്താ കാട്ടെന്ന് ആലോചിച്ച് നിക്കുമ്പോളാ കള്ളുടിക്കാൻ നിങ്ങൾക്ക് പൈസ. പൈസ ഇല്ലെങ്കിൽ എന്റെ കമ്മലും കൊണ്ട് ഊരി തന്നാളാ. കമ്മലോ? ഒരിക്കലും ഞാൻ അത് തരൂല. ഇതെന്തെങ്കിലും ചെയ്തിട്ട് വേണം ആ വാടകന്റെ പൈസ കൊടുക്കാന്. ഇങ്ങനെ ഇങ്ങനെ കള്ളുടിച്ച് നടന്നാ മതി, ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഈ എന്നെ വെറുതെ ദേഷ്യം മുടിപ്പിക്കാൻ നിക്കണ്ട. തരൂല പറഞ്ഞ തരൂല. ഈ തരൂലേ? വെറുതെ എന്റെ കയ്യിന് ഈ പണി ഉണ്ടാക്കണ്ട. അന്റെ സ്വഭാവം മാറ്റിക്കോളുണ്ടു. ഞാൻ ചോദിച്ച മര്യാദക്ക് തരാനക്ക് നല്ലത്. ഇത് ഞാൻ തരൂല. തെരുവുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ വന്നത്. എന്നോട് ചോദിക്കല്ലിക്ക. ഇങ്ങോട്ട് ഊരടി മര്യാദക്ക്. തെരുവേക്ക് ഇറങ്ങേണ്ടത് ഞാൻ തീരുമാനിക്കും. ഊരടി അത്. ഒരു കാലത്ത് നിങ്ങൾ ഇതേറ്റ് നന്നാവൂല. കുറച്ചെന്റെ കരച്ചില് കേൾക്കാതിരിക്കൂല. മോളെ, എന്താ എന്താ ഇവിടെ? ഞാൻ എന്നെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. മരിക്ക്, ചായ എടുക്ക. എന്താ റബ്ബേ എന്റെ കുട്ടിക്ക് പറ്റി? അപ്പൊ ആൾക്കാര് പറഞ്ഞൊക്കെ ശരി തന്നെയല്ലേ?
എന്റെ ജീവിതം അത്ര സുഖമൊന്നല്ല തോന്നുന്നുണ്ട്. ആ ഇമ്മോടി ഇരിക്കും, ഞാൻ തീറ്റന്ന് വരാ. ഞാൻ ഇരുന്നോളാം. എനക്ക് സുഖല്ലേ? ഉമ്മ എത്ര ദിവസമായി എന്നെ കണ്ടിട്ട്? 1 കൊല്ലായി അവിടുന്ന് പോന്നിട്ട്. ആ സുഖാണ്, കൊഴപ്പൊന്നുമില്ല. എന്താ എന്റെ കണ്ണൊക്കെ നിറഞ്ഞിക്കണ്? അത് ഉമ്മാനെ കണ്ട സന്തോഷത്തിലാ. എത്ര കാലായി എന്റെ ഉമ്മാനെ കണ്ടിട്ട്. ഉമ്മക്ക് സുഖല്ലേ? എന്താ എന്റെ മുഖമൊക്കെ ഇങ്ങനെ ചോർന്ന് എടുക്കണ്? എന്താണ്? അതോ? അതൊന്നുമില്ല, അത് ചുമരിന്റെ അടച്ചിട്ട് കുത്തിയതാ. ഉമ്മാന്റെ കുട്ടി നോണാറുണ്ട. ഉമ്മാക്കല്ലേ ഇത് അറിയാം. ഞാൻ ഇല്ലേതും അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിക്കണത്. ആൾക്കാര് പറഞ്ഞപ്പോ ഞാൻ ഇത്രക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എന്റെ കുട്ടിക്ക് തീരെ നിക്കാൻ വയ്യല്ലോ ഇവിടെ. നല്ലൊന്നുമില്ല. കാര്യല്ലേ? ഉമ്മല്ലേ? ഉമ്മത് കൊറേ പറഞ്ഞല്ലേ വേണ്ടാന്ന്. ഉമ്മനെ പറ്റിട്ട് കൊറേ അന്വേഷിച്ചല്ലേ നമ്മളെ കുടുംബങ്ങളൊക്കെ. നല്ലൊരു കല്യാണാലോചന വരെ വന്നിട്ട് വേണ്ട പറഞ്ഞു പോന്നതല്ലേ. ഇപ്പൊ അനുഭവിക്കുന്നതോ? ഇപ്പൊ എന്താണ് പ്രശ്നം? ഉമ്മാന്റെ കുട്ടിയുടെ എന്താ പറയമ്മ? ഉമ്മാന്റെ വാക്കും കേൾക്കാതെ വന്നിട്ട് അന്ന് മുതലേക്കൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല. ഇപ്പൊ വരെ കൂടെ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. അപ്പൊ ഇതിലുള്ള ജീവിതമൊക്കെ മടുത്ത്. ഇന്ന് രാവിലെ കമ്മല് കൊടുക്കാത്തതിന് അടിച്ചതാ. മടുത്തുമ്മ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആണ്ട് വരുമൊന്നുമില്ല. എന്റെ ഉമ്മാന്റെ വാക്കും കേൾക്കാതെ ഞാൻ വന്നതല്ലാണ്ട് അതിന് പടച്ചോൻ എനിക്ക് തന്നതാണിത്. എന്നോട് ക്ഷമിക്കണം. സാരല്ല, ഇജിപ്പോ എന്തായാലും ഇനി ഇവിടെ നിക്കൊന്നും വേണ്ട. ആണ്ട് പോരെ, അവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. ഉമ്മാന്റെ കുട്ടീനെ ഞാൻ എങ്ങനെയും നോക്കിക്കൊണ്ട് പോരെ. ഞാൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നതാണ്. ഞാൻ കാരണം എന്റെ ഉപ്പ വരെ പോയി. പാവൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് ഞാൻ വാടക കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നാളെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്ന പറഞ്ഞിട്ട് വാടക കൊടുക്കാനുള്ള പൈസ ഞാൻ ഒരിടത്ത് കൊടുത്തതേന്. അത് ഏറ്റവും വലിയ കള്ളുടിച്ച് എന്ത് കാട്ടുണ്ട് അറിയില്ല. അല്ലമ്മ, ആൾക്കാരൊക്കെ എന്താ പറയാ? എന്റെ ഉമ്മാനെ അത്രയും നാണം കെടുത്തിയിട്ടല്ല ഞാൻ വന്നത്. സ്വന്തം വാപ്പാന്റെ മരണത്തിനും കൂടി കാരണക്കാര് ഞാൻ. അത് സാരമില്ല, നമ്മളപ്പാന്റെ വിധി അത്ര ഉള്ളൂന്ന് വിചാരിക്ക. പടച്ചോനോട് ദുആ ചെയ്യാം നമ്മളപ്പാക്ക് വേണ്ടിട്ട്. അല്ലാതെ എന്താ കാട്ട? ഉമ്മാന്റെ കുട്ടി പോരാ നോക്ക്. ആൾക്കാരൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, ഒന്നും കുഴപ്പമില്ല. ഓ, തള്ളനെ എപ്പൊ കെട്ടിയെടുത്തും കണ്ട് മകളും തള്ളയും കൂടി എന്റെ കുറ്റം പറയേക്കാറല്ലേ? ഇജി ഇന്നെ തള്ളാന്ന് ചോദിച്ചൊന്നും വേണ്ട. ഇജി ഇന്റെ കുട്ടിനെ കൂടെ കൊടുത്തിട്ട് എന്താ കാട്ടിക്കുന്നത്? ഓളെ ഇങ്ങനെ അടിച്ചിതാക്കാൻ വേണ്ടിട്ടാണ് ഓള എന്റെ പിന്നാലെ വന്നത്. ഞങ്ങളും കൂടി പറഞ്ഞേ കേൾക്കാതെ എന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണാണ് ഓള്. ഇപ്പൊ അതിന്റെ വിധി കണ്ടില്ലേ? വേണ്ടമ്മ, ഒന്നും പറയണ്ട. അയാൾ കള്ളുടിച്ചിട്ടേക്കാരം വന്നിട്ടുണ്ടാവുക. ഇജൊന്നും ഉണ്ടായിരിക്കെ. ഓനോട് ഇപ്പോഴെങ്കിലും എന്തേലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലേ ശരിയാവൂല. ഇന്നോ ഒരിക്കലും നന്നാവൂല്ല. എന്റെ കുട്ടീനെ കൊണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ വന്നിക്കണത്. ഓളായിട്ട് ഞാൻ പോവുക തന്നെ ചെയ്യും.
ആ, ഓള് ഇന്റെ സമ്മതം ഇല്ലാതെ ഒന്ന് വരട്ടോള്. ഞാൻ പോവാണ്. ഇക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ വയ്യ. എന്റെ അമ്മ എന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഇക്ക് നിന്റെ പേരെ പോയി നിക്കാം. ഇത്രയും കാലം ആരും ഇല്ലാത്തോണ്ട ഞങ്ങളെ കൂടെ ഞാൻ ജീവിച്ചേ. നിന്നെ അതിന് കിട്ടൂല. ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെ പോവാ. നിങ്ങൾ ഇനി എവിടക്ക് പോയാലും വേണ്ടിയില്ല. നാളെ ഈ പേര ഒഴിഞ്ഞു കൊടുക്കണം എന്നാ താത്ത പറഞ്ഞിക്കണ്. നിങ്ങൾ എന്ത് കാട്ടിയാലും വേണ്ടിയില്ല. ഇക്ക് ഇതിനോടത്ത് ഒരു സാധനവും വേണ്ട. ഇത് മാത്രം ഒന്ന് വെറുതെ വിട്ടാ മതി. ആ മേരമ്മ ഡ്രസ്സൊക്കെ എടുക്കട്ടെ. ഇന്റെ ഈ കുട്ടീനെ ഒരു കൊല്ലായിട്ട് ഇറങ്ങിച്ചില്ലേ, അതിനുള്ള ഞാൻ തരണ്ട്. ഇന്റെ കുട്ടിയുടെ കാതിൽ ഞാൻ ഒരു കമ്മലിട്ട് കൊടുത്തിന്ന്, അതുവരെ ഈ വാങ്ങി കള്ളുടിച്ച്. അതിനുള്ളതും കൂടി ഞാൻ തരാ. നിങ്ങൾ എന്ത് ചെയ്യണ്? നിങ്ങക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. ആ നമുക്ക് നോക്കാലോ. നിങ്ങക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ ചെയ്തോളി.